മലബാറിലെ ഒരു ചെറിയ ഗ്രാമം. തെങ്ങിൻ തണലുകളും പള്ളിയിൽ നിന്നുള്ള ബെങ്ങിൻ്റെ ശബ്ദവും ചേർന്ന് ഒരു ശാന്തമായ ജീവിതം. പക്ഷേ ആ ശാന്തതയുടെ ഉള്ളിൽ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. സമീര, ഒരു സാധാരണ വീട്ടമ്മ, അവളുടെ ഓരോ ദിവസവും ഒരു ഫോൺ കോളിനായി തുടങ്ങും. അതേ പ്രതീക്ഷയോടെ തന്നെ അവസാനിക്കും. ഫോൺ സ്ക്രീനിൽ റഷീദ് കോളിംഗ് എന്ന് കാണാൻ അവൾ കാത്തിരിക്കുന്നു. ആ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. കടുത്ത ചൂടും അറിയാത്ത നാടും കഠിനമായ ജോലിയും. റഷീദ് സ്വപ്നങ്ങൾക്കായി സ്വന്തം ജീവിതം പണയം വെച്ച ഒരാൾ. വീഡിയോ കോൾ വരുന്ന ഓരോ നിമിഷവും അവരുടെ വീട്ടിൽ ഒരു ഉത്സവം തന്നെയാണ്. ഉപ്പാ എന്ന് വിളിച്ച് ഓടി വരുന്ന ചെറിയ ആയിഷ, അവളുടെ ചിരി കേൾക്കുമ്പോൾ റഷീദിൻ്റെ എല്ലാ ക്ഷീണവും അകന്നുപോകും. പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും സുന്ദരമല്ല. ബില്ലുകളും കടങ്ങളും ചിലവുകളും, സമീറയുടെ ചിരിയുടെ പിന്നിൽ അവൾ ഒളിപ്പിച്ചിരുന്ന വിഷമങ്ങൾ. ഒരു ദിവസം അവരുടെ ജീവിതം മാറ്റിയൊരു സംഭവം, ഒരു ചെറിയ പിഴവ്, ഒരു നിമിഷം. അതെല്ലാം മതി ജീവിതം തകർന്നു പോകാൻ. ഒരു ഫോൺ കോൾ. ഹലോ, റഷീദിനെക്കുറിച്ച്. അത് കേട്ട നിമിഷം സമീറയുടെ ലോകം നിശബ്ദമായി. കയ്യിൽ നിന്ന് ഫോൺ വഴുതി, കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. ദൂരെയൊരിടത്ത് ഒരു ആശുപത്രി കിടക്കയിൽ റഷീദ് ജീവനും മരണത്തിനുമിടയിൽ ജീവിക്കാൻ പോരാടുകയാണ്. സമീറ അവനെ കാണാനെത്തി. അവനെ കണ്ട നിമിഷം അവളുടെ ഹൃദയം തകർന്നു. ഒന്നും പറയാൻ കഴിച്ചില്ല. കൈ പിടിച്ചു, കണ്ണീരിലൂടെ മാത്രം സംസാരിച്ചു. ആ നിമിഷം വാക്കുകൾക്ക് വിലയില്ലായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഒരു ചോദ്യം: ഞാൻ തിരിച്ചു വരുമോ? അവളുടെ കണ്ണുകളിൽ ഒരു മറുപടി: നീയില്ലാതെ ഞാൻ എന്തു ചെയ്യും? ജീവിതം ഒരു നിമിഷത്തിൽ മാറാം. പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഓടുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നവരെ നമ്മൾ മറക്കരുത്. കാരണം നിന്നെ കാത്തിരിക്കുന്നവരാണ് നിന്റെ യഥാർത്ഥ സമ്പത്ത്. അവരെ നഷ്ടപ്പെടുത്തരുത്.